നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഉംറ വിസയിൽ എത്തുന്നവർക്ക് മുന്നറിയിപ്പുമായി മന്ത്രാലയം. ഈ വിസയിൽ എത്തുന്നവർ ജൂൺ 6-നുള്ളിൽ സൗദി വിടണമെന്ന ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. പരമാവധി 90 ദിവസം വരെ സൗദിയിൽ തങ്ങാമെങ്കിലും പരമാവധി ജൂൺ 6 വരെ മാത്രമാണ് ഈ വിസയിൽ താമസിക്കാൻ അനുവാദമെന്ന ഹജ്ജ് ഉംറ മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് ഉംറ കമ്പനികൾക്കും ഏജൻസികൾക്കും മന്ത്രാലയം കൈമാറി. രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് മുതലാണ് കാലാവധി കണക്കാക്കുക. എന്നാൽ ഹജ്ജ് ഒരുക്കങ്ങളുടെ ഭാഗമായി എല്ലാ വർഷവും ഉംറ വിസക്കാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട്. പുതുതായി ഉംറ വിസ ലഭിക്കുന്ന തീർത്ഥാടകർക്കാണ് നിർദ്ദേശം. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പുതിയ ഓൺലൈൻ വിസകളിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ ഇഷ്യൂ ചെയ്യുന്ന വിസകളിൽ സൗദിയിലെത്തി 90 ദിവസമോ അല്ലെങ്കിൽ ജൂൺ 6 ഏതാണ് ആദ്യം എത്തുന്നതെങ്കിൽ അതാണ് പരമാവധി താമസിക്കാനുള്ള കാലയളവെന്ന് വ്യക്തമാക്കുന്നു. അതിനുശേഷം തിരിച്ചു പോകാത്തവർക്ക് പിഴ ചുമത്തിയേക്കും. ഹജ്ജിന് മുന്നോടിയായി എല്ലാ വർഷവും ഏർപ്പെടുത്തുന്നതാണ് നിയന്ത്രണം. ജൂണിൽ ഹജ്ജ് നടക്കാനിരിക്കെയാണ് നിർദ്ദേശം. ഹജ്ജിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനും മക്കയിലേക്ക് ഹാജിമാർക്ക് മാത്രമായി പ്രവേശനം പരിമിതപ്പെടുത്തുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനുമാണിത്. ഉംറ വിസ ലഭിച്ചാൽ 90 ദിവസത്തിനുള്ളിൽ സൗദിയിലെത്തിയാൽ മതിയാകും. ഇത് കഴിഞ്ഞാലാണ് വിസ റദ്ദാവുക. സൗദിയിൽ എത്തിയാൽ 90 ദിവസം വരെ രാജ്യത്ത് കഴിയുകയും ചെയ്യാം. വിസ ഇഷ്യൂ ചെയ്ത തീയതിക്ക് പകരം സൗദിയിൽ പ്രവേശിച്ച തീയതി മുതലാണ് ദിവസം കണക്കാക്കുക. പരമാവധി 90 ദിവസം താമസിക്കാം എന്നായിരുന്നു ഇതുവരെയുള്ള ഉംറ വിസകളിൽ രേഖപ്പെടുത്തിയിരുന്നത്. പുതുതായി ഉംറയ്ക്കെത്തുന്ന തീർത്ഥാടകരുടെ വിസയിൽ മടങ്ങേണ്ട അവസാന തീയതി ഉൾപ്പെടെ പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ച് മുഹറം 1-നാണ് പുതിയ ഉംറ തീർത്ഥാടകർക്ക് രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കാറ്. ഓൺലൈൻ ഉംറ വിസ എല്ലാവർക്കും മണിക്കൂറുകൾക്കകം ലഭിക്കും. സൗദിയിലെ ഏത് വിമാനത്താവളത്തിലേക്ക് വരാനും അവിടെ നിന്ന് തിരിച്ചു പോകാനും അനുവദിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റു വിസകളെ പോലെ VFS കേന്ദ്രങ്ങളിൽ പോയി ബയോമെട്രിക് രജിസ്റ്റർ ചെയ്യുകയും വേണ്ട. പേപ്പർ വിസയും ടിക്കറ്റും പാസ്പോർട്ടുമായി വിമാനത്താവളത്തിലെത്തിയാൽ സൗദിയിലേക്ക് വരാം. എന്നാൽ സൗദിയിലേക്ക് വിസിറ്റ് ടൂറിസ്റ്റ് വിസകൾക്ക് അപേക്ഷിക്കുന്ന വ്യക്തി VFS കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ജനുവരി 26 മുതൽ സൗദിയിലെ തൊഴിൽ വിസകൾക്കും ഈ നടപടി ബാധകമാക്കാനാണ് തീരുമാനം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.